नमः ओं विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 29. രാസക്രീഡ പ്രാരംഭം. പേജ് നമ്പർ 285. ഗോപികളുടെ ശോകാർത്ഥമായ വാക്കുകൾ കേട്ടു ഭഗവാൻ സുസ്മിതനായി ആത്മാരാമനാണെങ്കിൽ കൂടി കൃപാപൂർവം ആലിംഗന ചുംബനാദികൾ കൊണ്ട് അവരെ ആമോദിപ്പിച്ചു. പ്രിയന്റെ കടാക്ഷത്താൽ വികസിത വദനകളായ ഗോപിമാരാൽ ചുറ്റപ്പെട്ടു അത്യുദാരമായ മന്ദഹാസത്തോടെ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ താരാഗണങ്ങളാൽ ചുറ്റപ്പെട്ട പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിച്ചു. ഇപ്രകാരം സ്ത്രീശതങ്ങളാൽ പരിസേവിതനായി പരമ്പൊരുളായ ഭഗവാൻ വൈജയന്തി മാലയുമണിഞ്ഞ് കാടിനൊരലങ്കാരമായി ചിലപ്പോൾ ഗോപിമാരുമൊത്ത് ആടിയും പാടിയും ആമ്പലും താമരയും വിരിഞ്ഞു വിലസുന്ന യമുനയുടെ സുഖശീതളമായ മണൽത്തിട്ടയിലെത്തി. ഈ അതീന്ദ്രിയമായ അന്തരീക്ഷത്തിൽ ഭഗവാൻ ഗോപികളിൽ ചിലരെ മെയ്യോടടുപ്പിച്ചാലിംഗനം ചെയ്തു, ചിലരുടെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ചു, ചിലരുടെ മുലയിലും ശിരസിലും തലോടി ഇപ്രകാരം പലവിധ ലീലകളിൽ ഏർപ്പെട്ടും പരസ്പരം നുള്ളി നോവിച്ചും ചാടുവചനങ്ങൾ പറഞ്ഞും ഗോപികമാരുടെ കാമം ഉദ്ദീപിച്ചും ഭഗവാൻ അവരെ രമിപ്പിച്ചു. പരമ്പൊരുളായ ഭഗവാൻ തികഞ്ഞ കൃപയോടെ ഗോപികമാരെ അനുഗ്രഹിച്ചുവെന്നതാണു ശരി. കാരണം ഐഹികമായ ലൈംഗിക ജീവിതത്തിൻ്റെ സ്പർശമില്ലാതെയാണ് അവർ ഈ സുഖാനുഭൂതിയിൽ മുഴുകിയത്. ഇങ്ങനെ കൃഷ്ണനിൽ നിന്നും അത്യപൂർവമായ സൽക്കാരമേറ്റ ഗോപികമാരുടെയുള്ളിൽ തങ്ങളെ കവിഞ്ഞാരുമില്ലെന്ന അഹങ്കാരം ഉദിച്ചു തുടങ്ങി. തന്നെ നേരിട്ടനുഭവിക്കാൻ കഴിഞ്ഞതിൽ അവരിൽ മുളപൊട്ടിയ അഹങ്കാരം കേശവൻ എന്നറിയപ്പെടുന്ന ഭഗവാൻ കൃഷ്ണൻ ആ നിമിഷത്തിൽ തന്നെ ശ്രദ്ധിക്കുകയും ചെയ്തു. അവരിൽ തെളിഞ്ഞു വന്ന ഉത്കടമായ സൗന്ദര്യാഭിമാനവും മുഷ്കും കണ്ട് ഉടൻ തന്നെ അതു നശിപ്പിക്കണമെന്നു തീരുമാനിച്ച വിരക്തിയിൽ തനിക്കുള്ള സമൃദ്ധി കാണിക്കാനായി ഭഗവാൻ നിമിഷത്തിനുള്ളിൽ രംഗത്തുനിന്നു അപ്രത്യക്ഷനായി. 6 ഐശ്വര്യങ്ങളും നിറഞ്ഞവനാണ് ഭഗവാൻ. വിരക്തിയിലുള്ള സമൃദ്ധിയുടെ ഒരു ഉദാഹരണമാണിത്. കൃഷ്ണൻ്റെ അനാസക്തിയെ ദൃഢീകരിക്കുന്നതാണ് ഈ വിരക്തി. എപ്പോഴും ആത്മാരാമനായ അദ്ദേഹത്തിന് ഒന്നിൻ്റെയും ആശ്രയം ആവശ്യമില്ല. ഇത്തരമൊരു അതീന്ദ്രിയ വിധാനത്തിലാണ് കൃഷ്ണലീലകൾ അരങ്ങേറിയിരുന്നത്. ഇങ്ങനെ കൃഷ്ണൻ എന്ന കൃതിയിലെ രാസക്രീഡ പ്രാരംഭം എന്ന 29-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം. ഹരേ കൃഷ്ണ.